ശ്ലീവാകാലം 1-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 14 25 മുതൽ 35 വരെ. വിചിന്തനം 1. ജീവിതത്തിൽ കുരിശുകളുടെ പ്രസക്തി. മനുഷ്യജീവിതത്തിലെ അനിഷ്ടകരമായ എല്ലാ സംഭവങ്ങളുടെയും പ്രതീകമെന്ന നിലയിലാണ് സാധാരണ മനുഷ്യൻ സാമാന്യമായിട്ട് കുരിശുകളെ നോക്കിക്കാണുന്നത്. അത് എനിക്കൊരു കുരിശായി, അവനും അവളും എനിക്കൊരു കുരിശായി, ഒരു കാരണവശാലും ഞാൻ മറ്റുള്ളവർക്ക് ഒരു കുരിശാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും മറ്റുമുള്ള നമ്മുടെ സാധാരണ പദപ്രയോഗങ്ങൾ ഈ സങ്കല്പത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട, ഒഴിച്ചു നിർത്തേണ്ട, മാറ്റപ്പെടേണ്ട, തള്ളിപ്പറയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് കുരിശ് എന്നാണ് സാധാരണ മനുഷ്യന്റെ സാമാന്യമായ സങ്കല്പം. എന്നാൽ ഇതല്ല സത്യം. കുരിശിനെ സംബന്ധിച്ചുള്ള സത്യം ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഉപകരിപ്പിക്കാവുന്ന ചവിട്ടുപടികളാണ് കുരിശുകൾ എന്ന സത്യം കണ്ടെത്തുകയും ജീവിതത്തിൽ വളരെ വിജയപ്രദമായി അത് നിർവഹിക്കുകയും ചെയ്ത വലിയ ഒരു പ്രതിഭാശാലിയുടെ പേരാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹം സഭയിൽ വേദപാരംഗതനാണ്, മഹാവിശുദ്ധനാണ്. ഈ പ്രതിഭയെ നിങ്ങൾക്ക് അല്പമൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം കൊണ്ട് മുഖ്യമായും ഞാൻ ഉദ്ദേശിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നായ സ്പെയിൻ 16-ാം നൂറ്റാണ്ടിലെ എല്ലാ തരത്തിലും അംഗീകാരത്തിന്റെയും ആദരവിന്റെയും അടിസ്ഥാനത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു. എല്ലാവിധത്തിലും തന്നെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ആധ്യാത്മികമായും 16-ാം നൂറ്റാണ്ട് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു വസന്തകാലമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ആത്മീയ വസന്തതയുടെ നിദാനം 1515 സ്പെയിനിലെ ഒരു പട്ടണമായ ആവിലായിൽ സമ്പന്നമായ കുടുംബത്തിൽ പിറന്ന ത്രേസ്യ എന്നൊരു പെൺകുട്ടിയുടെ ജനനവും ആവില പട്ടണത്തിന്റെ പ്രാന്തങ്ങളിലുള്ള ഫോണ്ടിബേറി എന്ന ഗ്രാമത്തിലെ ദരിദ്രമായ കുടുംബത്തിൽ പിറന്ന ജോൺ എന്ന ഒരു ആൺകുട്ടിയുടെയും ജനനമായിരുന്നു അതിന് നിദാനം എന്നോർക്കുമ്പോൾ നമുക്ക് വിസ്മയമായിട്ട് തോന്നാം. ജോൺ 1542 ഫോണ്ടിബേറിയിൽ ഗൊൺസാലസ് ഇപ്പസ്, കത്തലീന സാലസ് ദമ്പതികളുടെ 3 ആമക്കളിൽ ഇളയവനായിട്ടാണ് പിറന്നു വീണത്. ജോണിന്റെ കുട്ടിക്കാലം വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് വളരാൻ ഇടവന്നത് എന്നാണ് നാം കാണുന്നത്. ഈ ദരിദ്രമായ അവസ്ഥ ജോണിന്റെ കുടുംബത്തിനുണ്ടാകാൻ അത് ഏറ്റെടുക്കാൻ ഇടവന്ന പശ്ചാത്തലം അതിന്റെ പുറകിലുണ്ട്. ആ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജോണിന്റെ പിതാവ് ഗൊൺസാലസ് ഈപ്പസ് സാമാന്യം വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. ഈപ്പസ് കുടുംബം സ്പെയിനിൽ സ്വാധീനവും സമ്പത്തിലും അറിയപ്പെട്ടിരുന്ന ഒരു കുടുംബ കൂട്ടായ്മയായിരുന്നു. പക്ഷേ ഗൊൺസാലസിന്റെ വ്യക്തിത്വം
ഒരു പ്രത്യേക രീതിയിൽ ആദൃശ്യനിഷ്ഠയോടുകൂടെ വളരെ നിഷ്ഠയുള്ള ഒരു ജീവിതത്തിന്റെ ഒരു ശൈലി ഗൊൺസാലസിന് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിച്ചേ കാര്യങ്ങൾ നിർവഹിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എത്ര ത്യാഗം സഹിക്കാനും തയ്യാറാകുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ജോണിന്റെ പിതാവ് ഗൊൺസാലസ്. അദ്ദേഹത്തിന്റെ യൗവനത്തിലെത്തിയപ്പോൾ വളരെയേറെ അവധാനപൂർവം ചിന്തിച്ച് ബോധപൂർവം എടുത്ത ഒരു തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റെടുക്കാനിടവന്ന ദാരിദ്ര്യത്തിന്റെ ഒരു ജീവിതശൈലി. അദ്ദേഹത്തിന്റെ ജീവിത സരണിയിൽ കണ്ടുമുട്ടിയ ഒരു യുവതിയായിരുന്നു കഥലീന സാലസ്. അവർ തമ്മിൽ കണ്ടു, സംസാരിച്ചു, പരിചയപ്പെട്ടു, ആശയങ്ങൾ പങ്കുവച്ചു. വളരെ കരുതലോടുകൂടിയുള്ള അവധാനപൂർവമായുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജോൺ ഈ കഥലീനയെ തന്റെ ജീവിതസഖിയായിട്ട് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം സ്വന്തം വീട്ടുകാരെ ഗൊൺസാലസ് അറിയിക്കുന്നു. ഈപ്പസ് കുടുംബം സാമ്പത്തികമായിട്ട് വളരെ ഉന്നത നിലയിലുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പാവപ്പെട്ട ഈ കുടുംബത്തിലെ കഥലീനയെ വിവാഹം ചെയ്യുക എന്നുള്ളത് അവർക്ക് ചിന്തനീയമായിരുന്നില്ല. കുടുംബാംഗങ്ങൾ ഗൊൺസാലസിന്റെ തീരുമാനത്തെ എതിർത്തു. പക്ഷേ അവധാനതയോടുകൂടെ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ തന്നെ ഗൊൺസാലസ് തീരുമാനിച്ചു. ഇതിന്റെ ഫലമായി ഗൊൺസാലസിന്റെ കുടുംബം ഗൊൺസാലസിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ഒന്നുമില്ലാതെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഗൊൺസാലസ് തന്റെ ജീവിതം സഖിയായിട്ടുള്ള കഥലീനയോടുകൂടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം കെട്ടിപ്പടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഒത്തൊരുമിച്ചുള്ള പ്രയത്നത്തിന്റെയും വയലേലുകൾ ജോലി ചെയ്തും നെയ്ത്തുശാലകളിൽ കഠിനമായി അധ്വാനിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ അവർ ജീവിതം കെട്ടിപ്പടുക്കാൻ ആരംഭിച്ചു. ആ ദാമ്പത്യത്തിലാണ് 3 ആൺമക്കൾ അവർക്ക് ജനിക്കാനിടവന്നത്. ഫ്രാൻസിസ്, ലൂവീസ്, അവസാനത്തവനായി ജോണും. 3 ആൺമക്കളും കൂടി ആ കുടുംബത്തിൽ അംഗങ്ങളായി വന്നപ്പോൾ അവരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം ആ കുടുംബത്തിന്റെ നിത്യനിദാന ചെലവിനെ പോരാതെ വന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് അവർ അധ്വാനിക്കേണ്ടി വന്നു. ഈ കഠിനമായ അധ്വാനം ഗൊൺസാലസിന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു. ഗൊൺസാലസ് ഒരു രോഗിയായി. അധികം താമസിയാതെ ഗൊൺസാലസ് മരണമടയുന്നു. പിതാവ് ഗൊൺസാലസ് മരണമടയുമ്പോൾ ജോണിന് 8 വയസ്സാണ് പ്രായം. ആരോഗ്യം നശിച്ച കഥലീന 3 കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ തീവ്രമായി അധ്വാനിക്കാനിടവന്നു. എത്ര അധ്വാനിച്ചിട്ടും കുട്ടികളെ പോറ്റാൻ സാമ്പത്തികമായിട്ടുള്ളൊരു ചുറ്റുപാട് കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സില്ലാ മനസ്സോടുകൂടിയാണെങ്കിലും കുട്ടികളിൽ രണ്ടാമത്തവനെ ബന്ധുക്കളുടെ അടുത്ത് താമസിക്കുന്നതിനു വേണ്ടി പറഞ്ഞയക്കുകയാണ്. അവർ വലിയ സന്തോഷത്തോടു കൂടിയല്ല ലൂവീസിനെ ഏറ്റെടുത്തത് എന്ന് വരികിലും ലൂവീസ് അവിടെയാണ് കഴിഞ്ഞുകൂടിയത്. പിന്നീട് മനസ്സിലാക്കുന്നു ലൂവീസിന് അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അനുഭവമായി തീർന്നു. അവനെ യഥാർത്ഥത്തിൽ ഒരു അടിമ എന്ന നിലയിലാണ് ആ ബന്ധുജനങ്ങൾ കാണാനിടവന്നത്. അവൻ അധികം താമസിക്കാതെ രോഗം മൂലം മരണമടയാൻ ഇടവന്നു.
ഇത് കണ്ടും കേട്ടുമാണ് 8 വയസ്സുകാരൻ ജോൺ ജീവിക്കാൻ ഇടവരുന്നത്. അവന്റെ ജ്യേഷ്ഠൻ ഫ്രാൻസിസ് ദാരിദ്ര്യത്തിന്റെ പരിപരുത്ത വശങ്ങള് അഭിമുഖീകരിക്കാൻ ത്രാണിയില്ലാതെ ജീവിതത്തിന്റെ റെയിലിൽ പാളം തെറ്റി അവൻ വീട്ടിൽ നിന്ന് അകലെ ജീവിക്കാനിടവന്നു. അവൻ വീട്ടിൽ വരാതിയായി. അവസാനം രോഗിയായിട്ടുള്ള അമ്മ, ബാലനായിട്ടുള്ള ജോൺ. ഈ കുട്ടിയുടെ പ്രായത്തിലുള്ള മറ്റ് കുട്ടികൾ വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്കൂളിലേക്ക് പോകുന്ന അവസരത്തില് ഇവനത് കാണുമ്പോൾ നോക്കി നിൽക്കും. ആ നോക്കി നിൽക്കുന്ന അവനും പഠിക്കണമെന്നുണ്ട്. പക്ഷേ അവൻ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം രോഗിയായിട്ടുള്ള അമ്മയെ അവൻ തീറ്റിപ്പോറ്റുന്നതിനു വേണ്ടി 8 വയസ്സുകാരൻ അവൻ ജോലി ചെയ്യാൻ വേണ്ടി മുതിർന്നു. അവന് സാധിക്കുന്ന അത്ര കണ്ട് അവൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അമ്മയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ചുമതല 8 വയസ്സുകാരൻ ജോൺ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ 8 വയസ്സുകാരൻ ജോൺ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്ന ചടുലമായ പ്രകൃതിയും ഉത്സാഹത്തോടുകൂടിയുള്ള ജീവിതശൈലിയും കണ്ട് ഡോക്ടർ ആൽവരസ് എന്ന് പറയുന്ന ഒരു നല്ല വിഷഗ്വരൻ ഒരു ദിവസം ജോണിനെ കണ്ടുമുട്ടുന്നു. ജോണിനോട് സംസാരിക്കുന്നു. ജോണിന്റെ സ്ഥിതിവിശേഷം ഡോക്ടർ മനസ്സിലാക്കുന്നു. ഡോക്ടർ അതിന്റെ അടുത്ത് തന്നെ ഒരു ആസ്പത്രി നടത്തുന്നതാണ്. ആസ്പത്രി ധനികർക്കുള്ള ആസ്പത്രിയല്ല. മഹാരോഗികളും വീടുകളിൽ നിന്ന് ബഹിഷ്കൃതരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി, ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ളൊരു ആസ്പത്രിയാണ്. അദ്ദേഹം വിചാരിച്ചു ജോണിനെ തന്റെ ആസ്പത്രിയിലെ സഹായി എന്ന വിധത്തിലെ വെച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ജോണിന്റെ കുടുംബത്തിന് അല്പം ധനസഹായം ചെയ്യാമല്ലോ എന്ന നല്ല ചിന്തയോടുകൂടെ ജോണിനെ തന്റെ ആസ്പത്രിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ജോണിന് 9 വയസ്സ് പ്രായം. 9 വയസ്സ് പ്രായമുള്ള ജോൺ വളരെ സന്തോഷത്തോടുകൂടി ഡോക്ടറിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട് ഡോക്ടറിന്റെ ആസ്പത്രിയിലേക്ക് പോകുന്നു. അവിടെ കഠിന വേദന അനുഭവിക്കുന്ന, വേദനയാൽ വിഷമിക്കുന്ന രോഗികളെ അവൻ ശുശ്രൂഷിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. വളരെ താൽപര്യത്തോടുകൂടി അവരുടെ കാര്യങ്ങൾ അവന് സാധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് തീഷ്ണതയോടുകൂടെ അവൻ അവിടെ ജോലി ചെയ്യുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ കണ്ട് വളരെ സംതൃപ്തി തോന്നിയ ഡോക്ടർ സായാഹ്നങ്ങളിൽ പഠിക്കുന്നതിനുള്ള അവസരം അവന് ഒരുക്കി കൊടുക്കുകയാണ്. അവന് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകര് അപ്പോഴാണ് ജോണിൽ ഒളിഞ്ഞുകിടന്നിരുന്ന തീഷ്ണപാടവം, ബുദ്ധികൂർമ്മത അവർക്ക് മനസ്സിലാകുന്നത്. മറ്റു കുട്ടികളെക്കാൾ പെട്ടെന്ന് അവൻ ഗ്രഹിക്കാനിടവരുന്നു. അവൻ പഠനം വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. അവന്റെ പഠനത്തിന്റെ ഉള്ള അതിന്റെ കഴിവ് കണ്ട് ഡോക്ടർ അവനെ അടുത്തുള്ള കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി അയക്കുന്നു. അവിടെ അവൻ കോളേജിൽ പഠനം പൂർത്തീകരിക്കുന്നു. അന്ന് അവന് 21 വയസ്സ് പ്രായം. ആ 21 വയസ്സുകാരന്റെ ഉള്ളിൽ ശക്തിയായിട്ടുള്ളൊരു ചിന്ത വരുന്നു. ആ ചിന്ത ഇതായിരുന്നു: ഞാൻ ഒരു സന്യാസ ജീവിതം ആണ് നയിക്കാൻ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനൊരു ചിന്തയാണ് 21 വയസ്സുകാരനായ യുവാവിൽ പൊങ്ങിവരുന്നത്. ഈയൊരു ചിന്തയിലേക്ക് അവനെ നയിക്കാൻ ഇടവരുത്തിയത് ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടിന്റെ പരിവരുത്ത വശങ്ങള് കുട്ടിക്കാലത്ത് തന്നെ അവൻ തന്മയത്വത്തോടുകൂടി ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ ഇടവന്ന ആ അനുഭവപാഠം, അതിനുശേഷം ആസ്പത്രിയിലെ രോഗികളിൽ പരിചരിക്കുന്നതിനിടയിലെ അവൻ മനസ്സിലാക്കി സഹനത്തിന്റെ വലിയ ശക്തി.
ആ സഹനത്തെ പവിത്രമാക്കാനുള്ള വലിയ മുതൽക്കൂട്ട്, ഒരു ശക്തിദുർഗം സഹനത്തിലുണ്ട് എന്ന് ആ കൊച്ചുകുട്ടിയുടെ ആ അനുഭവം അവനെ രൂപപ്പെടുത്തി. ഈ രണ്ട് അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിലും കൂടിയാകാം 21 വയസ്സുകാരൻ യുവാവ് സന്യാസ ജീവിതത്തിനുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നത്. അവൻ ജീവിക്കുന്ന സ്ഥലത്തിന് അടുത്തു തന്നെയുള്ള കർമ്മലീത്ത സന്യാസ ഭവനത്തിലേക്ക് അവൻ ഒരു ദിവസം പോവുകയാണ്. അവന് ഒരു വൈദികനാകാനുള്ള യോഗ്യതയില്ല എന്നതായിരുന്നു അവന്റെ ചിന്ത. അതുകൊണ്ട് ത്യാഗവും, ഒരു വിധത്തിൽ പറഞ്ഞാൽ സഹനവും, അതിൻ്റേതായിട്ടുള്ള ജീവിതശൈലിയും തപസ്സും സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു സന്യാസിയായിട്ട് ജീവിക്കാൻ ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് കർമ്മലീത്ത ഭവനത്തിലേക്ക് അവൻ കടന്നുവരുന്നത്. അവന്റെ ആഗ്രഹം വളരെ തീക്ഷ്ണതയോടുകൂടി തന്നെ ആശ്രമശ്രേഷ്ഠനെ അറിയിക്കുന്നു. ആശ്രമശ്രേഷ്ഠൻ അവന്റെ തീക്ഷ്ണതയും അവന്റെ ഉത്സാഹവും അവന്റെ പ്രത്യേക സ്ഥിതിവിശേഷവും മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അവനെ കൊവേന്തയിൽ ജീവിക്കാൻ വേണ്ടി അവനെ തിരഞ്ഞെടുക്കുന്നു. അവനൊരു സഹായ സഹോദരൻ എന്ന നിലയിലാണ് ആരംഭം കുറിച്ചത് സന്യാസത്തിന്റെ. പക്ഷേ അവന്റെ ജീവിതത്തിന്റെ നിഷ്ഠയും ക്രമവും ഉത്സാഹവും ഭക്തിയും ഒക്കെ കണ്ട് ആശ്രമശ്രേഷ്ഠൻ അവനെ ഒരു വൈദികനാക്കാൻ വേണ്ടിയുള്ള പഠനത്തിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കുകയാണ്. 25-ാം വയസ്സിൽ അവൻ ഒരു വൈദികനായിട്ട് പുറത്തുവരുന്നു. അങ്ങനെയാണ് ജോൺ ഒരു കൊച്ചച്ഛനായിത്തീരുന്നത്. വളരെയധികം തീക്ഷ്ണതയോടുകൂടെ, അതിലേറെ സ്നേഹത്തോടുകൂടെ, പ്രവർത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഉത്സാഹത്തോടുകൂടെ അവൻ രംഗത്തിറങ്ങുന്നു. ഒരുപാട് നല്ല കാര്യങ്ങളിൽ വ്യാപൃതനായി ആ കൊച്ചച്ഛൻ. ആ അവസരത്തിലാണ് കർമ്മലീത്ത സഭയിലെ ചിന്തയിലെ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗത്തിന് വലിയ സുഖകരമായിട്ടുള്ളൊരു ജീവിതത്തിനും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ളൊരു ജീവിതശൈലിക്കും താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ തരത്തിൽ നീങ്ങുന്ന ഒരു വലിയ വിഭാഗം, മറ്റൊരു വിഭാഗം ഇത് തങ്ങളുടെ വിളിക്ക് എതിരാണ്, അതല്ല തങ്ങളുടെ വിളി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറെക്കൂടി തപസ്സിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മറ്റൊരു ചിന്താരീതി. ഈ രണ്ട് ചിന്താരീതിയും പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് കർമ്മലീത്ത സഭയിൽ ആ കാലഘട്ടത്തില്. ഈ അവസരത്തിലാണ് ആവിലായിലെ ത്രേസ്യ തന്റെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തപ്പെട്ട ദൃഢമായ ചിന്തയുടെയും തന്റെ ആധ്യാത്മിക പിതാക്കന്മാരുടെ അനുഗ്രഹത്താലും കർമ്മല സഭയെ നവീകരിക്കേണ്ടതിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് ആ നവീകരണത്തിന് വേണ്ടിയുള്ള പരിപാടികളുമായിട്ട് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ത്രേസ്യയ്ക്ക് സിസ്റ്റേഴ്സിന്റെ കാര്യത്തില് ആണ് കൂടുതൽ ശ്രദ്ധിക്കാൻ ഇടവന്നത്. അതുകൊണ്ട് വനിതാ വിഭാഗത്തിന്റെ നവീകരണത്തിന്റെ നേതൃത്വം സ്വാഭാവികമായിട്ട് ആവിലായിലെ ത്രേസ്യ ഏറ്റെടുത്ത് പ്രവർത്തന നിരതമായിക്കൊണ്ടിരിക്കുന്നു. ത്രേസ്യയ്ക്ക് അന്നും തോന്നി വൈദിക വിഭാഗത്തിലും ഈ നവീകരണം വളരെ ആവശ്യമാണ്. പക്ഷേ ത്രേസ്യയ്ക്ക് അതിന് നേരിട്ട് അത് ഇടപെടാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷത്തിൽ ഒരു സഹായി വൈദികൻ ത്രേസ്യയ്ക്ക് ആവശ്യമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നീങ്ങുന്ന കാലമായിരുന്നു അത്. 26 വയസ്സുക അന്ന് ജോൺ അച്ഛനുണ്ടായിരുന്നുള്ളൂ. ആ അവസരത്തിലാണ് ത്രേസ്യ ഒരു ദിവസം കൊച്ചച്ഛനായിട്ടുള്ള ജോൺ അച്ഛനെ കണ്ടുമുട്ടുന്നത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ത്രേസ്യയ്ക്ക് ജോണച്ചനോട് വളരെ മതിപ്പാണുണ്ടായത്. തെളിവാർന്ന ചിന്ത, നിശ്ചയദാർഢ്യം, ആ ബോധ്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ദൃഢമായിട്ടുള്ള നിശ്ചയത്തിന്റെ
ഒരു സ്വഭാവവിശേഷം, ഇതൊക്കെ ത്രേസ്യയിൽ ജോണച്ചനെ പറ്റി വലിയ മതിപ്പ് ഉളവാക്കി. ത്രേസ്യയ്ക്ക് അന്ന് 53 വയസ്സ്, ജോണച്ചന് അന്ന് 26 വയസ്സ്. ഏകദേശം 27 വർഷത്തിന്റെ പ്രായവ്യത്യാസം അവർക്കന്നുണ്ടായിരുന്നു. ത്രേസ്യ ജോണച്ചനോട് ഈ നവീകരണ പ്രക്രിയയിൽ തന്നെ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ജോണച്ചൻ അധികാരികളുമായിട്ട് ആലോചിച്ച് അവരുടെ അനുവാദത്തോടുകൂടെ കർമ്മലീത്ത സഭയുടെ നവീകരണത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നു. അന്ന് കർമ്മലീത്ത സഭയിൽ 2 ഗ്രൂപ്പുകൾ ആയിട്ട് വേർതിരിക്കപ്പെട്ടു. ഒരു ഗ്രൂപ്പ് കൂടുതൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു ഗ്രൂപ്പ് പാതുവ എന്ന പേരിലും, അല്പം കൂടി തപസ്സിനും പ്രായശ്ചിത്തത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ളൊരു ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനെ നിഷ്പാദക എന്ന രീതിയിലുമാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ജോണച്ചൻ നിഷ്പാദക പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിൽ വന്നതോടുകൂടെ പാതുവ വിഭാഗത്തിലെ പലർക്കും അത് അതൃപ്തിജനകമായി. ജോണച്ചനെ അവര് അംഗീകരിച്ചില്ല. എന്ന് തന്നെയല്ല, ജോൺ യഥാർത്ഥത്തിൽ പിശാചിന്റെ വക്താവാണ്, സഭയെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ് എന്ന രീതിയിലായിരുന്നു പാതുവ പ്രസ്ഥാനക്കാരുടെ ഇടയിലുള്ള ചിന്ത ജോണച്ചനെപ്പറ്റി. അതുകൊണ്ട് ഒരു തരത്തിലും ജോണച്ചന്റെ പ്രവർത്തനം മുന്നോട്ടു പോകാൻ അവരെ അനുവദിച്ചില്ല. അധികാരികളുടെ സമ്മതത്തോടുകൂടെ ജോണച്ചനെ അവർ ബന്ധിക്കുന്നു. ആശ്രമത്തിന്റെ ഒരു മുറിയിൽ ഇട്ട് പൂട്ടുന്നു. ഒരു തരം വീട്ടുതടങ്കൽ, ശരിക്കു പറഞ്ഞാൽ ജയിൽവാസം. 9 മാസത്തോളം കഠിനമായിട്ടുള്ള ജയിൽവാസം. ഒരു തരത്തിലും പുറത്തു പോകാൻ അനുവദിക്കാതെ, ഭക്ഷണം പോലും വേണ്ട വിധത്തിൽ കൊടുക്കാതെ, കുറച്ച് വെള്ളവും റൊട്ടിയും ഇടയ്ക്ക് ചാളയും ഇതൊക്കെയായിരുന്നു ജോണച്ചന് അവർ കൊടുത്തിരുന്ന ഭക്ഷണം. ഒരു കൊച്ചുമുറി, അതിന് വേണ്ട വായുസഞ്ചാരം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലെ ഒരു കൂട്ടിൽ തന്നെ അടയ്ക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു ജോണച്ചൻ ആ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടാനിടവന്നത്. അവരുടെ ചിന്ത, ജോണച്ചൻ പിശാചിന്റെ വക്താവാണ്, സഭയെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവനാണ്, അതുകൊണ്ട് അതിനെ അംഗീകരിക്കാനാവില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ വന്യവൈദികർ എന്ന് ഞാൻ പറയട്ടെ ജോണച്ചനോട് ഇത്രയും നിർദാക്ഷിണ്യം പെരുമാറാൻ ഇടവന്നത്. ഒരു ദിവസം ജോണച്ചൻ അവശനായിട്ട് മുറിയിൽ തറയിൽ അങ്ങനെ തലചാച്ച് പ്രാർത്ഥനാനിർഭരമായിട്ട് കഴിച്ചുകൂട്ടുന്ന അവസരത്തിൽ സന്യാസ ആശ്രമ ശ്രേഷ്ഠനും മറ്റു പലരും ആ മുറിയിലേക്ക് തള്ളിക്കയറി വരുന്നു. ഇത് ശ്രദ്ധിക്കാതെയോ തന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ ഏകാഗ്രത കൈവിടാതെ ജോണച്ചൻ ശ്രേഷ്ഠനെ കണ്ട് എഴുന്നേൽക്കാൻ ഇടവരാത്തതിന്റെ അടിസ്ഥാനത്തിൽ ബൂട്ടിട്ട കാലുകൊണ്ട് ആശ്രമശ്രേഷ്ഠൻ ജോണനെ അടിക്കുകയാണ്, തൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ആശ്രമശ്രേഷ്ഠന്റെ ചിന്ത ഇതായിരിക്കണം, ഈ ഇരിക്കുന്ന വൈദികൻ ശീഷ്മിയാണ്, മാർട്ടിൻ ലൂതർ തന്നെയാണ്, അതുകൊണ്ട് നശിപ്പിക്കണം, സഭയെ തകർക്കാൻ വന്നിരിക്കുന്ന വ്യക്തിയാണ് എന്ന ചിന്തയോടുകൂടി ആയിരിക്കാം ഈ പരിപരുത്ത പ്രവർത്തന ശൈലി ജോണച്ചന്റെ നേർക്ക് ഉണ്ടാക്കിയത് എന്ന് വേണം കരുതാൻ. ജോണച്ചൻ അതെല്ലാം നല്ല മനസ്സോടുകൂടെ ഒരുവിധത്തിലും പരാതികളില്ലാതെ ആ തൊഴികളും ആ ശാരീരിക മർദ്ദനങ്ങളും ഏറ്റുവാങ്ങി ഏകദേശം 9 മാസത്തോളം ജയിലിൽ കഴിയുകയാണ്. ഇത്രയും ജോൺ ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ ശക്തമായ പീഡനം മനസ്സിന്റെ പീഡനമായിരുന്നു. ദൈവം യേശുക്രിസ്തു ജോണിനെ ഒരുക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജോണിനത് അറിഞ്ഞുകൂടായിരുന്നു. ആ സമയത്ത് മാനസികമായിട്ടുള്ള പീഡനമായിരുന്നു ജോണിനെ ഏറ്റവും കഠിനമായിട്ട് ജോണിനെ ഞെരുക്കിയത്. ആ പീഡനം എല്ലാറ്റിനോടും ഒരു സംശയം,
തീവ്രമായിട്ടുള്ള സംശയരോഗം ജോണിനെ ബാധിച്ചു. ജോൺ വിചാരിച്ചു, എന്നെ കൊല്ലാൻ വേണ്ടി ചുറ്റുപാടും ആളുകൾ നിൽക്കുന്നു. എല്ലാറ്റിനോടും ഒരു സംശയം. ആ സംശയം ജോണിന്റെ ബാധിച്ചുകൊണ്ട് ജോൺ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ചെയ്യുന്നത് ഒരുപക്ഷെ ദൈവത്തിന് ഇഷ്ടകരമായിട്ട് ആകണമെന്നില്ല. ഞാൻ വഴിതെറ്റിപ്പോയോ? എന്റെ ആത്മാവ് നശിക്കാൻ ഇടവരുന്നുവോ? ദൈവമേ, നീ പോലും എന്നെ കൈവിട്ടുവോ എന്നൊരു ചിന്തയാണ് ജോണിലുണ്ടാക്കിയത്. ശരിക്കും തീർത്തും നിരാശയുടെ പടുകുഴിയിൽ അന്ധകാരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. എന്നാൽ ശാരീരിക പീഡനം ഉണ്ടായിരുന്ന അവസരത്തിലും ജോണിന് ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു ബോധവും ദൈവത്തിനോട് സമീപനം നടത്താനുള്ള അഭിനിവേശവും ഉണ്ടായിരുന്നു എന്ന് വരികിൽ ഈ മാനസിക പീഡനയെ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നതിനോ ദൈവികമായ ചിന്ത പോലും ഉണ്ടാകുന്നതിനോ ഇടവരാത്ത വെറും ശുഷ്കമായിട്ടുള്ള ഒരു കാലഘട്ടം ജോൺ ഏറ്റെടുക്കേണ്ടി വന്നു. കൽക്കട്ടയിലെ മദർ തെരേസയ്ക്കും ജീവിതത്തിന്റെ ഒരു അവസരത്തിൽ ഇങ്ങനെ ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഒരു വലിയ നിരാശാബോധം, തന്റെ പ്രവർത്തനങ്ങള് യഥാർത്ഥത്തിൽ തെറ്റായോ, ദൈവം എന്നെ ഉപേക്ഷിച്ചോ, ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്നൊരു ചിന്ത, ഇനി ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം, ഞാൻ നരകത്തിന് പാത്രമായല്ലോ എന്നൊരു നിരാശാബോധം കൽക്കട്ടയിലെ വാഴ്ത്തപ്പെട്ട മദർ തെരേസയെയും അലട്ടിയിരുന്നതായിട്ട് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്തിനേറെ ലോകരക്ഷകനായിട്ടുള്ള ദൈവത്തിന്റെ തന്നെ സാക്ഷാൽ പുത്രനായ യേശുക്രിസ്തുവിന് പോലും ഈ അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശത്രുക്കൾ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് ദുഃഖകരമായിട്ടുള്ള ആ വേളയിൽ ഗെത്സമേൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന അവസരത്തിലെ ആ മനസ്സിന്റെ വേദന യേശു വ്യക്തമാക്കുന്നുണ്ട്. യേശു പറയുന്നു, പിതാവേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? മറ്റെല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും നീ എന്നെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത മതി എനിക്ക്, എന്റെ ഏതുവഴിയുള്ള ത്യാഗങ്ങളും ഏറ്റെടുക്കാൻ എന്നതായിരുന്നു അന്നുവരെ, ആ സമയം വരെ യേശുവിന്റെ ചിന്ത. ആ സമയത്ത് യേശുവിന് മനസ്സിലാകുന്നു, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചല്ലോ. അത് വലിയ കഠിനമായിട്ടുള്ള പീഡനയായിട്ട് യേശുവിന് പോലും അനുഭവപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയായിരിക്കണം സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, അവന്റെ വിയർപ്പ് രക്തക്കണികളായിട്ട് പുറത്തു വന്നു. ആ പീഡനങ്ങളുടെ ആധിക്യം നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള വിവരണമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. യേശു പോലും അനുഭവിച്ച ഒരു പീഡന ഒരു സമയമായിരുന്നു അത്. യോഹന്നാനെ യേശു ഒരുക്കുകയായിരുന്നു എന്ന് വേണം പിന്നീടുള്ള ജീവിതത്തിൽ നിന്നത് മനസ്സിലാക്കാൻ. ശക്തമായ ശാരീരിക പീഡനങ്ങള്, അതിലേറെ രൂക്ഷമായ മാനസിക പീഡനങ്ങളാൽ ജോൺ മെരുക്കപ്പെട്ടു. ഒരുക്കി ജോണിനെ. അങ്ങനെ ആ അവസരത്തിൽ ജോൺ ഒരു തരത്തിലും ഒരു പ്രതീക്ഷയുടെ ഒരു രശ്മി പോലും ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരാത്ത ആ അവസരത്തെ ജോൺ പിന്നീട് നോക്കിക്കണ്ടത് ഇരുണ്ട രാത്രികൾ എന്നാണ്. ദി ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന രീതിയിൽ പിന്നീട് വളരെ ഗഹനമായിട്ടുള്ളൊരു ഗ്രന്ഥം തന്നെ ജോൺ രചിക്കാൻ ഇടവന്നു. അത് ആധ്യാത്മിക ജീവിതത്തിന്റെ മുത്തുകളാണത്. ആ മുത്തുകൾ മനസ്സിലാക്കണം എന്ന് വരികില് ആ മുത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അഭിരുചിയുള്ള മനസ്സിനെ അതിന്റെ ഉള്ളിൽ അനാവരണം ചെയ്യുന്ന മുത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജോണിന്റെ ഗ്രന്ഥരചനകളിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഗ്രന്ഥത്തിന്റെ പേരാണ് ദി ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ. അത് ഇന്നും നമുക്ക് ലഭ്യമായിട്ടുള്ളൊരു പുസ്തകമാണ്. കർമ്മല മലകയറ്റം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം. ഇതിലൊക്കെ ആധ്യാത്മിക ജീവിതത്തിന്റെ ആഴങ്ങള് സ്വന്തം ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള മുത്തുകളാണ് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദന വിഷയം. ജോൺസ് സാമാന്യ രീതിയിലെ ആ കാലഘട്ടം പൂർത്തിയായി. അധികാരികള് മാറ്റം വന്നു. പഴയ അധികാരികൾ സ്ഥലം മാറിപ്പോയി. പുതിയ അധികാരികൾ വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജോണിനെ വാതിൽ തുറന്നു വിടുന്നു. ജയിലിൽ നിന്ന് ജോൺ വിമുക്തനാകുന്നു. ഈ അവസരത്തിൽ അവശനായിട്ടുള്ള ജോൺ ഒരു ദിവസം പ്രാർത്ഥന നിർഭനായിരിക്കുന്ന അവസരത്തിൽ മനസ്സിൽ നിന്ന് വളരെ തീവ്രമായൊരു ചിന്ത ജോണിന്റെ ഉള്ളിൽ അനുഭവപ്പെടുകയാണ്. യേശു ജോണിന് പ്രത്യക്ഷപ്പെട്ട് ജോണിനോട് ചോദിക്കുന്നതായിട്ട് ജോണിന് തോന്നുക,
യേശു ചോദിക്കുന്നു, ജോൺ, നീ എന്നെ പ്രതി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ഒരുപാട് വേദന സഹിച്ചു എന്ന് എനിക്കറിയാം. ഇതിന് പ്രത്യുപകാരമായിട്ട് എന്ത് സമ്മാനമാണ് എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നത് എന്ന് യേശു ജോണിനോട് ചോദിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ചിന്ത മനസ്സിൽ തീവ്രമായിട്ട് ജോണിന് അനുഭവപ്പെട്ടു. അതിന് ജോൺ കൊടുത്ത ഉത്തരം ജോണിന്റെ ഭാഷയിൽ തന്നെ ഇതാണ് ജോൺ അതിന് ഉത്തരം നൽകിയത്. ഓദോമിനി പാത്തിയത്ത് കൊന്തേമിനി പ്രോത്തേ. ഇതിന്റെ അർത്ഥം മക്കളെ ഇങ്ങനെയിരിക്കും: കർത്താവേ, നിന്നെ പ്രതി എനിക്ക് സഹിക്കണം, കൂടുതൽ കൂടുതൽ നിന്ദകളും പീഡനങ്ങളും എനിക്ക് ഏറ്റെടുക്കണം. ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതായിരിക്കട്ടെ എനിക്ക് നീ നൽകുന്ന സമ്മാനം. ജോണിന്റെ മനസ്സിന്റെ വൈശിഷ്ട്യം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇത്രയേറെ പീഡിപ്പിച്ച ഈ വ്യക്തികളെയോടുള്ള സമീപന രീതി കണ്ടുവോ? അവൻ ആവശ്യപ്പെട്ട സമ്മാനമാണ് ഈ കണ്ടത്. എനിക്ക് കൂടുതൽ സഹിക്കണം, കൂടുതൽ നിന്ദകളും തെറ്റിദ്ധാരണകളും അവഗണനകളും എന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനുള്ള അവസരം എനിക്കുണ്ടാകണം. അതിന് നീ എന്നെ സഹായിക്കണമെന്നാണ് യേശുവിനോട് ജോണിന്റെ പ്രാർത്ഥന. അത്രയും തീവ്രമായിട്ടുള്ള ജീവിതാനുഭവത്തിൽ കൂടെ ജോണിനെ ദൈവം ഒരുക്കുകയായിരുന്നു. ഈ ഒരുക്കലിന്റെ ഫലമായിട്ട് ശാരീരികമായിട്ടുള്ള ആരോഗ്യം ജോണിന്റെ നശിച്ചു. ജോൺ രോഗാവസ്ഥയായി അത്യാസന്ന നിലയിലെത്തിയിരിക്കുകയാണ്. വെറും 49 വയസ്സ് ജോൺ, 50 വയസ്സ് തികഞ്ഞിട്ടില്ല. അങ്ങനെ അത്യാസന്ന നിലയിൽ കഴിഞ്ഞുകൂടുന്ന അവസരത്തിൽ ജോണിന്റെ കൊച്ചു റൂമിൽ മറ്റ് സഹവൈദികർ ചിലര് നിൽപ്പുണ്ട്. അവർ ജോണിനോട് സംസാരിക്കുന്നു. അത്യാസന്ന നിലയിലുള്ള ജോൺ ആ രോഗശൈലിയിൽ കിടന്നുകൊണ്ട് സഹവൈദികരോട് ചോദിക്കുന്നു, സമയമെന്തായി? സമയം അവർ പറയുന്നു, ഡിസംബർ മാസം 14-ാം തീയതി ആയ ഇന്ന് രാത്രി ഒരു 11:30-12 മണിയായി എന്നവർ അറിയിക്കുന്നു. ജോൺ ആശ്രമശ്രേഷ്ഠനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. തന്റെ സഹവൈദികരെ മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്നു. അവരോട് ജോൺ ക്ഷമായാചനം നടത്തുന്നു. എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും തെറ്റായിപ്പോയി നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണമെന്ന് ആ മരണശയ്യയിൽ കിടന്നുകൊണ്ട് ജോൺ ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷം ജോൺ പറയുന്നു, ജോണിന്റെ കർത്താവായ യേശുക്രിസ്തു അവസാന രംഗത്തിൽ പറഞ്ഞ അതേ വാചകം ഉച്ചരിക്കുന്നു: പിതാവേ, എല്ലാം പൂർത്തിയായി, എന്റെ ആത്മാവിനെ നിന്റെ പക്കൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് യേശുക്രിസ്തു തന്റെ ജീവിതം കുരിശിൽ ബലിയർപ്പിച്ചത്. ഇതേ വാചകം ഉച്ചരിച്ചുകൊണ്ടാണ് ജോൺ മരണമടയുന്നത്. കർത്താവേ, എന്റെ ജീവിതം പൂർത്തിയായി, നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ മരണമടയുകയാണ് ചെയ്തത്. 1591 ഡിസംബർ മാസം 14-ാം തീയതി രാത്രി 12 മണി കഴിഞ്ഞതിനു ശേഷം അതായിരുന്നു ജോണിന്റെ മരണം. ഈ ഇത്രയും പ്രഗത്ഭനും പ്രതിഭാശാലിയുമായ ആധ്യാത്മിക ജീവിതത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ മഹാവിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം തിരുസഭ സുവിശേഷമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷം. അതിൽ യേശുക്രിസ്തു പറയുന്ന വാചകം, ആരെങ്കിലും എന്നെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയമായിട്ട് അവന്റെ കുരിശ്, അവളുടെ കുരിശ്, സ്വന്തം കുരിശെടുത്തുകൊണ്ട് വേണം എന്റെ പുറകിൽ വരാൻ. യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത് അത് സ്വർണക്കുരിശോ വെള്ളിക്കുരിശോ മരക്കുരിശോ ഇങ്ങനെയുള്ള കുരിശുകൾ എടുക്കുന്നതിനെ പറ്റിയല്ല. ജീവിതത്തിൽ അനിഷ്ടകരമായിട്ട് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളെ നാം ജീവിതത്തിൽ ഏറ്റുവാങ്ങി ജീവിതത്തിന്റെ വളർച്ചയ്ക്കുള്ള ചുവടുപടികളാക്കാനുള്ള മനസ്ഥിതിയോട് കൂടിയുള്ള ആളുകൾക്ക് എന്നെ അനുധാവനം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് യേശു സുവിശേഷത്തിലെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പഠനം ജോൺ അന്ന് മനസ്സിലാക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാനായിട്ട് ജോൺ അറിയപ്പെടാൻ ഇടവന്നത്. അദ്ദേഹം
നമ്മുടെ ജീവിതത്തിലേക്കിന്റെ ഉള്ളറകളിലേക്ക് അനിഷ്ടകരമായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ഒരു ആവേശം, അതിനെ തള്ളിപ്പറയാതെ അതിനെ സ്വീകരിക്കാനുള്ള അഭിനിവേശം നമുക്ക് നൽകാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ് ഈ അവസരത്തിൽ നമ്മിൽ നിന്ന് ഈ പിതാവ് ആഗ്രഹിക്കുന്നത്. എല്ലാ കുരിശുകളും തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉപേക്ഷ ആവശ്യപ്പെടുന്നതാണ് മക്കളെ. യഥാർത്ഥത്തിൽ ഉപേക്ഷയില്ലാത്തൊരു ജീവിതം ഉണ്ടാകില്ല. ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുകയാണെങ്കിൽ, എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായ ഭദ്രതയിലേക്ക് ഒരു മനുഷ്യൻ വളരണമെന്ന് ഒരിക്കലേ അവൻ ഉദ്ദേശിക്കണം അലസ ജീവിതം, തോന്നിവാസ ജീവിതം, ധൂർത്തിന്റെ ജീവിതം അവൻ ഉപേക്ഷിക്കണം. ആ ഉപേക്ഷയുണ്ടെങ്കിലേ അവന് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള ഒരു ജീവിതത്തിലേക്ക് വളരാൻ സാധിക്കുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കണം. പഠിച്ച് നല്ല മാർക്ക് വാങ്ങി അവൻ ജീവിതത്തിൽ വളരെ വലിയ ഉന്നത സ്ഥാനത്തിലേക്ക് എത്താൻ ആകർഷണം അവന് തോന്നുന്നുണ്ടെങ്കിൽ അതിനാൽ തന്നെ അവന്റെ ജീവിതത്തിൽ അവന് സൊറ പറയുന്ന സമയം ചുരുക്കണം, അലസത വെട്ടിക്കുറയ്ക്കണം, ഉത്സാഹം ഉണ്ടാകണം, സമയം ശരിക്ക് വിനിയോഗിക്കണം. ആ വിനിയോഗിക്കണം, അതിലുണ്ടാകുന്ന ആ കുരിശ് അവൻ എടുക്കണം. അത് കുരിശായിട്ട് അവൻ അനുഭവപ്പെട്ടാൽ ആ കുരിശ് അവൻ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ ഇടവന്നെങ്കിലേ അവന്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കാൻ സാധിക്കണം. ഇതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഏതെങ്കിലും തരത്തിലെ ആധ്യാത്മികമായിട്ട് നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വരികിൽ അത് യാന്ത്രികമായിട്ട് നടക്കുകയില്ല. ജീവിതത്തിലെ അനിഷ്ടകരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അത് സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു ആവേശം, ഈ ആവേശത്തിന്റെ തനിമ നമുക്ക് പകർന്നു തരാൻ നമ്മുടെ വിശുദ്ധനായിട്ടുള്ള മഹാത്മാവായിട്ടുള്ള കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ആ പുണ്യവാനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.